ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി മുട്ട പൊട്ടിത്തെറിച്ചതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫില്ലിങ്സ് ഒന്ന് തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി വെച്ച് കൊടുത്ത് ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓയിലൊന്ന് ചൂടായി വന്ന സമയത്ത് അതിലേക്ക് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത സവാളയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതൊന്ന് വഴണ്ട് വന്നതിന് ശേഷം ചെറിയൊരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് കുക്കായി വരട്ടെ കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മാത്രമേ ഉപ്പ് ചേർക്കുന്നുള്ളൂ കേട്ടോ. ഇനി നമുക്കിതിലേക്ക് സോയ സോസൊക്കെ ചേർക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. പിന്നീട് സോസൊക്കെ ചേർത്തതിന് ശേഷം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു അര ടീസ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ സോയ സോസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ വീഡിയോയിൽ അത് ഉൾപ്പെടുത്താനായിട്ട് വിട്ടുപോയതാണ്. ഇനി ഇതാ നമ്മുടെ സമൂസയൊക്കെ ഉണ്ടാക്കുന്ന ഷീറ്റ് ഉണ്ടല്ലോ, അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്കങ്ങോട്ട് മാറ്റി വെക്കാം. പിന്നെ നമുക്കിനി വേണ്ടത് മൈദ ഇതുപോലെ ഒരു ബാറ്റർ രൂപത്തിലാക്കിയിട്ട് അങ്ങനെയാണ് 2 ടേബിൾ സ്പൂൺ മൈദ എടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് ഒന്ന് ആവി കയറ്റിയെടുക്കണം. ഞാനിതവിടെ ബ്രെഡൊക്കെ ഒന്ന് ഒരു 30 സെക്കൻഡ് ഒന്ന് ആവി കയറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ബ്രെഡ് ഓവറായിട്ട് ആവി കയറ്റിയെടുക്കരുത്, ഒരു 30 സെക്കൻഡ് അത്രയും മതിയാവും. ഇനി നമുക്കൊരു പാത്രത്തിൻ്റെ അടപ്പോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി ബ്രെഡ് കട്ട് ചെയ്തതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സും അതിൻ്റെ മുകളിലേക്ക് പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് ഒരു കഷ്ണം കൂടെ ബ്രെഡ് നമ്മൾ കട്ട് ചെയ്ത് കൂടി അതിൻ്റെ മുകളിലേക്ക് വെച്ച് സൈഡൊക്കെ മൈദയുടെ ബാറ്റർ വെച്ചൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എല്ലാം ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. ആദ്യം നമ്മളൊരു ബ്രെഡിൻ്റെ പീസ് എടുത്ത് അതിൻ്റെ മുകളിലേക്ക് ഫില്ലിങ്സ് വെച്ച് അതിൻ്റെ മുകളിൽ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ടയുടെ ഒരു കഷ്ണം വെച്ച് കൊടുത്ത് അതിന് ശേഷം ബ്രെഡ് വെച്ച് കൊടുത്ത് അതിൻ്റെ സൈഡൊക്കെ നമ്മുടെ മൈദയുടെ ബാറ്റർ വെച്ചൊന്ന് ഒട്ടിച്ചെടുത്തതിന് ശേഷം ഒരു മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് അതിൻ്റെ മുകളിലേക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്, എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ. അതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സമൂസയുടെ ഷീറ്റ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലൂടെ അങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. എല്ലാ ഭാഗവും ഇങ്ങനെ ഒന്ന് കവറായി കിട്ടുന്ന രീതിയിൽ വേണം നമ്മളിത് വെച്ച് കൊടുക്കാനായിട്ട് കേട്ടോ. പിന്നെ അതിൻ്റെ നടുക്കൊരു
ഐസ് സ്റ്റിക്കൊക്കെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഭംഗിയായിട്ടുണ്ടാവും. എൻ്റെ കയ്യിലത് ഇല്ലാത്തതുകൊണ്ടാണ് വെച്ച് കൊടുക്കാതിരുന്നത്. അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെയാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഓയിൽ ഇവിടെ ചൂടാവാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഒരുപാട് സമയം അങ്ങനെ കുക്കായി വരാൻ അങ്ങനെയൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് ആയി കിട്ടും. അപ്പോൾ ഇതാ ഒരെണ്ണം ആയി വന്നിട്ടുണ്ട്. അതാ ഓയിലിൽ നിന്നൊന്ന് കോരി മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ മുട്ട പൊട്ടിത്തെറിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് ഇപ്പം നോമ്പൊക്കെ അല്ലേ, നോമ്പിനാണെങ്കിലും അല്ലാതെ ഈവനിങ് സ്നാക്സിനാണെങ്കിലും ഒക്കെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നമ്മുടെ ചാനൽ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നലത്തെ നോമ്പ് തുറൻ്റെ വിഭവങ്ങൾ ഇതൊക്കെ ആയിരുന്നു. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ.